ശശി, ഇപ്പോൾ ഈ ഗോപാലൻ്റെ മരണം താങ്കൾ പറഞ്ഞതനുസരിച്ച് ഈ സംഭവത്തെ തുടർന്നല്ല എന്ന് പറയാൻ സാധിക്കും. അതിനകത്തൊരു പരാതിയുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഒപ്പം മാറ്റിയ 3-4 പേരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ശ്രീ ശശിക്ക് അറിയാമോ? അവരിൽ നസീറയുടെ കുടുംബം ഇന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. അവർ മാത്രമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ ഓക്സിജൻ സിലിണ്ടറും അതേപോലെ ഈ മാസ്കും അവിടെ നിന്ന് മാറ്റിയാണ് അവിടെ നിന്ന് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. എന്നാൽ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് വെന്റിലേറ്ററിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഓക്സിജൻ സിലിണ്ടർ സംവിധാനത്തോടു കൂടിയാണ് ആശുപത്രിയിൽ അവരെ എത്തിച്ചത് എന്നാണ്. താങ്കൾക്ക് മനസ്സിലാവുന്നത് എന്താണ് ശശി? അതെ അതെ അത് ശരിയാണ്. ഞാൻ എൻ്റെ കൺമുന്നിൽ നിന്നാണ് ഇതൊക്കെ നടന്നത്. അതിൽ ഒരു സുരേന്ദ്രൻ എന്ന് പറയുന്നവർ ഉണ്ടായിരുന്നു, വടകര സ്വദേശി. അവരും അതിൻ്റെ കൂടെയുള്ളവരും ഡോക്ടർമാരും അതുപോലെ തന്നെ നഴ്സുമാരും നല്ല രീതിയിലുള്ള പ്രവർത്തനം, പുറത്തുനിന്ന് നല്ല ഒരു സഹായം ചെയ്തിരുന്നു. അവർക്ക് രോഗികളോട് അത്ര ഉള്ളൊരു ഇത് ആ സുരേന്ദ്രൻ്റെ ബന്ധു ഞാൻ അടുത്ത് നമ്മൾ ഡെത്ത് രജിസ്ട്രേഷൻ രാത്രി 2 മണിക്കാണ് ഡെത്ത് രജിസ്ട്രേഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയ സമയത്ത് അവരെന്നെ അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നല്ലൊരു ഇത് തന്നെയാണ് അവർ ഈ ഡോക്ടർമാരുടെയും അതുപോലെ നേഴ്സുമാരുടെയും അതിന് ശേഷമുള്ള ആ ഒരു ഇത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഉള്ള ഒരു ഇത് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നു. പ്രകാശ് ബാബു, ഇതാണ് ശശിക്ക് പോലും പറയാനുള്ളത്. അതായത് ഗോപാലൻ എന്ന തന്റെ ബന്ധു ഭാര്യാപിതാവ് മരിച്ചു പോകുന്ന സാഹചര്യത്തിൽ പോലും ആശുപത്രിയിൽ നിന്ന് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച രക്ഷാപ്രവർത്തനം ലഭിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് വീഴ്ചയായി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. നേരത്തെ അരുൺകുമാർ പറയുന്നത് ഈ സമയത്താണോ രാഷ്ട്രീയ വിഴുപ്പഴക്കൽ നടത്തേണ്ടത്, രാഷ്ട്രീയ വിമർശനങ്ങളുടെ സമയമാണോ ഇത് എന്നാണ് ചോദിക്കുന്നത്. ഏത് തരത്തിലുള്ള വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടു, അതിനുള്ള പഠനം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷമല്ലേ നമുക്ക് പറയാൻ സാധിക്കൂ. എങ്ങനെയാണ് ആശുപത്രി അധികൃതരെ നമുക്ക് കുറ്റം പറയാനാവുക എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. നോക്കൂ ഡോക്ടർ അരുൺ, ദയവായി CPM പ്രതിനിധി ഇക്കാര്യത്തിലുള്ള മര്യാദയും മര്യാദകേടും ഇവിടെ വലിച്ചേക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയുകയല്ല. ഇവിടെ ഒരു സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്കുള്ള വികാരങ്ങൾ 37 പേർ ഇന്ന് കോഴിക്കോട്ടെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ കഴിയുകയാണ്. ഇതിലൊരു 15ഓളം പേരെങ്കിലും നേരിട്ട് ഇന്ന് പോയി സന്ദർശിച്ച ഒരാളാണ് ഞാൻ, ഡോക്ടർ KS അരുണെ. താങ്കൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇവർ പറഞ്ഞത് ഓരോന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ തറിച്ചതുപോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇവരുടെ വികാരം ഒരു പ്ലാറ്റ്ഫോമിൽ തുറന്ന് പറയാൻ എനിക്കൊരു AKG ഭവൻ്റെയും ഒരു അരുൺകുമാറിൻ്റെയും ഒരു അനുവാദവും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറഞ്ഞു. ഒരു നിമിഷം പ്രകാശ് ബാബു, പറയല്ല, താങ്കൾ നിർത്ത്, മര്യാദ ഉണ്ടെങ്കിൽ നിർത്ത്. താങ്കൾ പറഞ്ഞ മര്യാദ ഉണ്ടെങ്കിൽ നിർത്ത്, ഞാൻ പറയട്ടെ. ചോദിച്ചത് എന്നിട്ട് താങ്കൾ താങ്കൾ പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന് ഒബ്ജക്ഷനോടൊപ്പം വേണ്ട വേണ്ട ഇല്ല, ഞാൻ അനുവദിക്കുന്നില്ല, ഞാൻ അനുവദിക്കുന്നില്ല, ഞാൻ അനുവദിക്കുന്നില്ല. ശരി ശരി, അല്ലല്ല, ഞാൻ അനുവദിക്കുന്നില്ല. ശരി, അദ്ദേഹത്തിനുള്ള സമയത്ത് പറഞ്ഞാൽ മതി. മര്യാദ പറഞ്ഞ ആളല്ലേ. ശരി, ഞാൻ പറയട്ടെ. അപ്പോ ഞങ്ങളിവിടെ ദുരന്തമുഖത്ത് കയറി, അത് പ്രളയമായാലും കോവിഡ് ആയാലും ഞങ്ങൾ കക്കാനും പോയിട്ടില്ല, അതിന്റെ പേരിൽ ജയിലിലും പോയിട്ടില്ല, PP കിറ്റിന്റെ പേരിൽ അഴിമതി നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഡോക്ടർ അരുൺകുമാർ, ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ആയുസ് അത് 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ അത് വലിയ വിലയുള്ളതാണ്. അവരുടെ ബന്ധുക്കൾക്ക് അത് വലിയ വിലയുള്ളത് തന്നെയാണ്. ഇവിടെ ചില സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ആ ഒരു ICU വാർഡുമായി ബന്ധപ്പെട്ടില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഒരു പരിശീലനം ലഭിച്ച രീതിയിൽ ഈ അത്യാസന്ന നിലയിലുള്ള രോഗികളെ പുറത്തേക്ക് മാറ്റാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. പുക ശ്വസിച്ചിട്ടാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഗോപാലൻ്റെ ബന്ധു അദ്ദേഹം ഇന്ന് റിപ്പോർട്ടറിലടക്കം അത് പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. ഇദ്ദേഹമല്ല, ശശിയല്ല. അതേപോലെ നസീറയുടെ ബന്ധു പറഞ്ഞിട്ടുണ്ട്, 3ാമതൊരാളുടെ ബന്ധു പറഞ്ഞിട്ടുണ്ട് കക്കട്ടിലുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഒരു കൃത്യമായിട്ടുള്ള ഏകോപനത്തിൻ്റെ കുറവ് അവിടെ ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പത്രസമ്മേളനവും കേട്ടിട്ടാണെങ്കിൽ ആ അന്വേഷണമൊന്നും ഞങ്ങൾ കോഴിക്കോട്ടുകാർ വന്ന് താങ്കൾ ദയവ് ചെയ്ത് പഠിപ്പിക്കരുത്, ഞങ്ങളോട് പറയരുത്. ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മിസ്റ്റർ അരുൺ, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി, നിങ്ങളറിയോ ഒരു ഹർഷിനെ ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയ നടക്കുമ്പോൾ വയറ്റിൽ കത്രിക പോയ എന്താ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ പറഞ്ഞ് തല ഒഴിഞ്ഞുകൊണ്ട് വാക്കു കൊടുത്തത്? ഞാനുണ്ട് കൂടെ. ഇന്ന് എന്തു കൂടെ? അന്വേഷണ റിപ്പോർട്ട് വന്നു. ഏതെങ്കിലും ഒരു വാക്ക് ആ ഹർഷിന എന്ന സഹോദരിക്ക് കൊടുത്ത് പാലിച്ചോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു യുവതി ICUയിൽ പീഡിപ്പിക്കപ്പെട്ടു.
ആ പീഡിപ്പിക്കപ്പെട്ട കേസിലെ പ്രതികൾ ഇന്ന് നിങ്ങൾ ഞാനീ പറഞ്ഞ അധോലോക സംഘം നിയന്ത്രിക്കുന്ന മെഡിക്കൽ കോളേജിൽ അധോലോക സംഘം നിയന്ത്രിക്കുന്ന NGO അസോസിയേഷൻ നിയന്ത്രിക്കുന്ന മെഡിക്കൽ കോളേജിൽ ആ പ്രതികൾ, പീഡന കേസിലെ പ്രതികളെ ഇന്നവിടെ ജോലി ചെയ്യുകയാ. ഇതാ നിങ്ങൾ പറഞ്ഞ ഈ മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിന്റെ വാക്ക്. ആ വാക്ക് കീറിയ ചാക്കിന് തുല്യമാണ് അരുണെ. അതുകൊണ്ട് ആ വാക്കൊന്ന് പറഞ്ഞ് ഒരു നിമിഷം മര്യാദ ഒറ്റ കാര്യം ഇല്ല. ഞാൻ ഒന്നുകൂടി പറയാം. അരുൺ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം ഞാൻ പറയുന്നതിന്റെ കൂടി ഉത്തരം പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടി, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി 37 പേർ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മിംസ് ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ ഫാത്തിമ ഹോസ്പിറ്റൽ, ഇക്ര ഹോസ്പിറ്റൽ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയോ? ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയോട് 6 തവണ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞോ? ചികിത്സ നിഷേധിക്കാൻ അനുവദിക്കില്ല, ചികിത്സ എവിടെയും നിഷേധിക്കില്ല. പക്ഷേ മിംസിൽ പാവപ്പെട്ട മണ്ണിൽ അധ്വാനിക്കുന്നവന് വന്ന 3 ലക്ഷം കൊടുക്കൂ ആരോഗ്യമന്ത്രി? കൊടുക്കുവോ? എന്നിട്ട് ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയരുതെന്ന് പറയുന്നു. ഞങ്ങൾക്ക് തന്നെ നൽകിയ ഒരു ബൈറ്റിൽ ഒരു രോഗിയുടെ ബന്ധു പറയുന്നുണ്ട് 50,000 രൂപ ഒരു ദിവസം വെന്റിലേറ്ററിൽ കിടത്താൻ അവർക്ക് കഴിയില്ല. അവർക്ക് എന്ത് കൊടുക്കും നമ്മൾ? അവരുടെ ചികിത്സാ സംവിധാനങ്ങൾ, ആ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമോ? ഏറ്റെടുക്കേണ്ടതല്ലേ? അതിനാദ്യം മറുപടി പറയട്ടെ അരുൺ. ദുരന്തമുഖം പറയുകയാണെങ്കിൽ കൊയിലാണ്ടിയിലെ പേഷ്യന്റിന് പൈസ കൊടുത്തിട്ടില്ല, അവർ ഡിസ്ചാർജ് ആയിട്ടില്ല, ഓപ്പറേഷന്റെ തുക കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. പിന്നെ അരുൺ ഇവിടെ പറഞ്ഞു എന്താ ഫിലിപ്സിന്റെ കമ്പനിയുടെ പോരായ്മ അന്വേഷിക്കാനാണ് ഈ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് എന്ന. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും മെഡിക്കൽ ബോർഡുകളും ആ മെഡിക്കൽ ബോർഡുകൾ മുഴുവൻ ഇവിടെ സത്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. ഇവിടെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് കൊണ്ടാണ് എന്റെ പറയുന്നത് മാത്രം വാക്യമാക്കിയെടുക്കാൻ അംഗീകരിക്കാൻ കഴിയില്ല. ദിനേശ് ഒരു നിമിഷം. Debate with Dr. Arun Kumar.